ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലത്തെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പൂക്കളത്തിനുള്ള തറ സെറ്റാക്കായിരുന്നു കേട്ടോ. നമ്മൾ മുറ്റത്തായിരുന്നു പൂക്കളത്തിന്. അപ്പോൾ മുറ്റത്ത് ഫുള്ള് ചിരലിട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയായിരുന്നു കേട്ടോ. അമ്മയാണ് ശരിയാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു മണ്ണ് എടുക്കുന്നുണ്ട് കേട്ടോ. സിമൻ്റ് അല്ല, സിമൻ്റ് പോലെ തന്നെ ഇത്തിരി പശ പോലെയൊക്കെ ഉള്ളൊരു മണ്ണ്. അതിൽ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി ശരിയാക്കി എടുക്കലായിരുന്നു കേട്ടോ പിന്നത്തെ പണി ഉണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ്, എല്ലായിടത്തും നമ്മൾ ഈ മണ്ണ് തേച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തറ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ പൂക്കളിടുമ്പോൾ ചാണകം മെഴുകി അങ്ങനെ പൂക്കളിടും. അപ്പോൾ ഇന്ന് നമ്മൾ മേമേരും ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിൽക്കാനായിട്ട്. അവൻ എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ അപ്പം നമ്മളിന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീനും ചൂരക്കണ്ണിയായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. ചെമ്മീനിക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂരക്കണ്ണി വറക്കാനായിട്ട് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ പരട്ടി വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വറക്കുന്നില്ല, നാളെ വറക്കാനാണ്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് അത് മാറ്റി വയ്ക്കായിരുന്നു. അപ്പോൾ ചെമ്മീനൊക്കെ ചെറുതായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു. ഇനി നമുക്ക് വേഗം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു സബോളയായിട്ട് എടുത്തിട്ടുള്ളൂ ചെറുതായി ഇങ്ങനെ അരിഞ്ഞത്. ആ സബോള ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഓൾറെഡി ഞാൻ ചെമ്മീനിൽ ഇത്തിരി കൂടുതലായിരുന്നു ആഡ് ചെയ്തത്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് 2 സ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി, ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തക്കാളി നമുക്ക് വേണമെങ്കിൽ ഈ മസാല ആഡ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയിട്ട്. ഞാനിപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് എല്ലാതും ഒരുമിച്ച് ചേർത്തൊന്ന് മാത്രം. ഇനി മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതായത് മസാലയൊക്കെ ഒന്ന് എല്ലാത്തിലും മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് തിള വരുമ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ നിർത്താം. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മീത് നിൽക്കാൻ പാകത്തിൽ. എന്നിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നിർത്താനായിട്ട്. ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, കയ്പ്പയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു എരിശ്ശേരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ വെച്ചതാണ് ഉരുളൻകിഴങ്ങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. പാനിപ്പൂരിയിൽ കറക്റ്റ് ഒന്നും ആയിട്ടില്ല. വെറുതെ സബോള അരിഞ്ഞിട്ടിട്ട് പിന്നെ ഈ മിച്ചറും പിന്നെ ഈ മല്ലിയില പുളിയുടെ വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കറക്റ്റ് റെസിപ്പി ഒന്നും ഇല്ല, നമ്മുടെ കയ്യിൽ ചാട്ട് മസാല ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ഒന്ന് മേടിച്ചപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് മാത്രം കേട്ടോ. ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച തിരിഞ്ഞപ്പോൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ചുമ്മാ പാടത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പോയി വന്നിട്ട് വേഗം കുളിച്ച് വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത